ഹായ് വേഴ്സ്, വെൽക്കം ടു ഫോർഡേഴ്സ് വിഷൻ. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭ മഹോത്സവത്തിലേക്ക്. എല്ലാ വർഷവും വൃശ്ചിക 1 മുതൽ 15 വരെ നടത്തപ്പെടുന്ന ക്ഷേത്രമുറ്റത്ത് നടത്തപ്പെടുന്ന ഒരു മഹോത്സവമാണ് ഈ വൃശ്ചിക വാണിഭ മഹോത്സവം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരിവിടെ ഞങ്ങളെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് വേണ്ടി വരുന്നുണ്ട്. മറ്റുള്ള ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള മൈതാനത്ത് മീൻ വ്യാപാരം, ഉണക്കമീൻ വ്യാപാരം നടത്താനുള്ള അനുവാദവും ഉണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇങ്ങനെ വരുന്ന ഓരോ വ്യാപാരികളും തങ്ങളുടെ കുടുംബം പുലർത്തുന്നതിനു വേണ്ടി ഉള്ള ഒരു ഉപജീവന മാർഗമായിട്ടാണ് ഇങ്ങനെയുള്ള മഹോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്നത്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ തരത്തിലുള്ള ഒരു യുവാവിനെയാണ്. പത്തനംതിട്ട ജില്ലക്കാരനായ അരുൺ എന്ന വ്യക്തിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തൻ്റെ പിതാവ് മരത്തിൽ നിന്ന് വീണ് വീൽ ചെയർ ആയതിനു ശേഷം ജന്മന വികലാംഗനായിട്ടുള്ള അരുൺ ITA പാസ്സായിട്ടുണ്ട്. അദ്ദേഹം താൻ ഉൽപ്പാദിപ്പിക്കുന്ന LED ബൾബുകൾ ഇതുപോലുള്ള മേളകളിൽ വന്ന് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പം കുടുംബത്തെ പുലർത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് അദ്ദേഹത്തിലേക്ക് പോകാം. അദ്ദേഹം ഒരു ITA പാസ്സായ ഒരു യുവാവാണ്, ജന്മന വികലാംഗനുമാണ്. വീട് എവിടെ ആയിരുന്നു? വീക്കോട്ട്. പേര് അരുണ്. ജന്മന നമുക്ക് ഇങ്ങനെയുള്ള നടക്കത്തില്ലായിരുന്നു. എല്ലാവരും 8 വയസ്സ് 9 വയസ്സൊക്കെ ആകും കോഴഞ്ചേരി കൊയ്യാനിലെ ഇവിടുന്ന് കുറച്ച് നടന്നു. ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്പം ഈ ഞാൻ 15 വർഷം ഒരു ഇലക്ട്രിക് കട ജോലിയാണ്. അവിടെ ഈ കോവിഡ് സമയത്ത് പണികൾ കുറവായപ്പോൾ എൻ്റെ വീട് 20 സ്റ്റാഫ് ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു വിട്ടത് എന്നെയും പറഞ്ഞു വിട്ടു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങിയത്. ഒരു 10 എണ്ണത്തെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ പിന്നെ ക്ലിക്കാവുന്നപ്പോൾ പിന്നെ കറ്റാനത്ത് മേളയ്ക്കകത്ത് വെച്ചൊരു അവാർഡുണ്ടായിരുന്നു. പിന്നെ കോന്നിയിൽ മേളയ്ക്കകത്ത് വെച്ചൊരു അവാർഡുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാർഷിക മേഖലയുടെ ഒരെണ്ണം. അപ്പോൾ ഒത്തിരി എല്ലാം സ്വന്തമായിട്ടുണ്ടാക്കി ഒത്തിരി അവാർഡുകൾ കിട്ടി അല്ലേ? അപ്പോൾ ഇനി ഉയരങ്ങൾ അവാർഡുകൾ തേടി എത്തട്ടെ. പഞ്ചായത്തുകളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു, ഇൻസ്ട്രക്ടറായിട്ട് പോകുന്നുണ്ടായിരുന്നു. പഠിപ്പിക്കാൻ പോകുമ്പോൾ സമയം കിട്ടുന്നില്ല. ഇതെല്ലാം കൂടി ഓടുന്നില്ല. വീട്ടിലെ ആരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങളെ കെട്ടിച്ചു വിട്ടാണ്. ശരി. അച്ഛന് 15 വർഷമായിട്ട് നടന്നു നടക്കും. അച്ഛന് മരം കയറ്റമായിരുന്നു. മരത്തേന്ന് വീണ് പോയി നാട്ടിൽ വിട്ടു. അപ്പം തീർച്ചയായിട്ടും ഈ അരുണിൻ്റെ ഈ ബിസിനസ് പൊടിക്കട്ടെ. തീർച്ചയായിട്ടും വൻ ബിസിനസ്സിലേക്ക് ഈ LED ബൾബ് നിർമ്മാണം മാറട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. തൻ്റെ സംരംഭം കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്ന ഇതുപോലുള്ള യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാം.